ഹായ് ഓൾ, വെൽക്കം ടു XandY Learning. അതിജീവനത്തിന്റെ ഒരു അവിശ്വസനീയമായ കഥ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പേപ്പർ വായിച്ചത് അല്ലേ. ആമസോൺ തിക് ഫോറസ്റ്റിൽ നിന്നും 40 ദിവസത്തിന് ശേഷം നമ്മുടെയൊക്കെ അതേ ഏജിലുള്ള ചെറിയ 4 മക്കളെ കണ്ടെത്തി എന്ന് കൊളംബിയൻ പ്രസിഡന്റിന്റെ ഒരു ട്വീറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളും ഒക്കെ പേപ്പറിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തെ ഒരുപാട് അമ്പരിപ്പിച്ച റെസ്ക്യൂ മിഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട്, അതും ആമസോൺ പോലെയുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു കാട്ടിനുള്ളിൽ നിന്ന് 40 ദിവസത്തിന് ശേഷം അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെയധികം നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ഒന്നാണ്. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നവർ എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ഒരുപാട് അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു 6 പാഠങ്ങൾ ആ ആമസോണിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളിൽ നിന്നും നമുക്ക് ലഭിച്ച 6 പാഠങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ ഒരിക്കലും പകച്ചു നിൽക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ്. നമുക്കറിയാം, ആമസോൺ എന്ന് പറയുന്നത് ഏകദേശം 9 രാജ്യങ്ങളോളം അതിർത്തി പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ 60% ബ്രസീലിലാണ്, 10% കൊളംബിയയിലാണ്. ഈ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് അവർ സഞ്ചരിക്കുമ്പോഴാണ് ഈ 4 കുട്ടികളും അവരുടെ അമ്മയും 2 പൈലറ്റുമാരും അടങ്ങുന്ന വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ വിമാനം മെയ് 1-ാം തീയതി കാട്ടിൽ തകർന്നു വീഴുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ഉണ്ടാവും, നമ്മളെയാണ് ആ അവസ്ഥയിലുള്ളത് ആലോചിച്ച് നോക്കിയേ. ഒരു വിമാനം ഒരു കാട്ടിൽ തകർന്നു വീഴുന്നു, അതിൽ അവരുടെ അമ്മ മരിക്കുന്നു, പൈലറ്റുമാർ മരിക്കുന്നു. ഈ 4 കുട്ടികൾ, അതും 11 മാസമുള്ള, 4 വയസ്സുള്ള, 9 വയസ്സുള്ള, 13 വയസ്സാണ് അതിൽ ഏറ്റവും എൽഡർ ആയിട്ടുള്ള കുട്ടിക്കുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മനോധൈര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത്രയും വലിയ കാട്ടിനുള്ളിൽ ഒരുപാട് മൃഗങ്ങളുള്ള, വിഷപ്പാമ്പുകളുള്ള, അന്നക്കൊണ്ട അടക്കമുള്ള, പിരാനകൾ അടക്കമുള്ള വളരെ ഡേഞ്ചറസ് ആയ വന്യതയുടെ അങ്ങേയറ്റമുള്ള ഈ ആമസോൺ കാടിലാണ് അവർ വിമാനത്തിൽ തകർന്നു വീഴുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് വളരെ അമ്മയുടെ മരിച്ച ആ മുഖം കണ്ടുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അവര് അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അവരവിടെ എന്തല്ല, നമ്മളൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ ആ വിമാനം തേടി മറ്റുള്ള രക്ഷാപ്രവർത്തകർ എങ്ങനെയെങ്കിലും എത്തുമോ എന്ന് കാത്തു നിൽക്കുന്നതിനു പകരം അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും മാറുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മൃതദേഹങ്ങൾ കുറച്ച് ദിവസം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു നാറി മറ്റുള്ള വന്യമൃഗങ്ങൾ അവിടേക്ക് സ്വാഭാവികമായിട്ട് എത്തും. അത് അവരുടെ ജീവൻ എന്ത് ചെയ്യും, ഭീഷണിയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം മറ്റുള്ള ദിവസങ്ങളിലായിക്കൊണ്ട് ഒരിടത്തു നിന്നും ഒരിടത്തേക്ക് അവരെന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, കാട്ടിലുള്ള ഒരുപാട് പാഠങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ പറഞ്ഞ രൂപത്തിൽ രക്ഷപ്പെടാനുള്ള സംഗതിയിലേക്ക് എന്ത് ചെയ്യുക, എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവർ ആ പറഞ്ഞ അപകടം നടന്ന പ്രദേശത്ത് നിന്നും അവർ എന്ത് ചെയ്ത സ്ഥലം മാറി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഓരോ ദിവസവും മാറുന്ന രൂപത്തിലേക്ക്, കാടിന്റെ ഒരു നിയമം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും പണ്ട് അവർക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവർ എന്ത് ചെയ്തത്, മാറിക്കടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ള വലിയ ഒരു പാഠം തന്നെയാണ് ആമസോണിലെ കുട്ടികൾ നമുക്ക് നൽകിയ ഒന്നാമത്തെ പാഠം എന്നുള്ളത്. രണ്ടാമത്തെ പാഠം എന്നുള്ളത് റാപ്പിഡ് ആൻഡ് ബെസ്റ്റ് സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ വിമാനാപകടം സംഭവിച്ച ആ കുട്ടികൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ അവർ ആലോചിക്കുകയാണ്. 40 ദിവസത്തോളമൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കണം, ഷെൽട്ടർ കണ്ടെത്തണം. പക്ഷെ അവർക്കറിയാം, കാടിന്റെ മക്കൾ എന്നുള്ള നിലയിൽ അവർക്ക് ചില മുന്നറിവുകൾ ഓൾറെഡി ഉണ്ട്. ഏതൊക്കെ പഴങ്ങൾ കഴിക്കാൻ പറ്റില്ല, ഏതൊക്കെ ഇലകൾ കഴിക്കാം, ഏതൊക്കെ വെള്ളം കുടിക്കാം, എങ്ങനെയാണ് രാത്രിയിൽ കഴിച്ചു കൂട്ടേണ്ടത് എന്നൊക്കെ അതിനുള്ള കൃത്യമായ വഴികൾ ഒരു വന്യമൃഗത്തിന്റെ അപകടത്തിൽ നിന്നും, പ്രത്യേകിച്ച് 11 മാസമൊക്കെ പ്രായമുള്ള ഒരു നടക്കാൻ പോലും പൂർണ്ണമായി യോഗ്യമല്ലാത്ത ഒരു കുട്ടിയും ഒക്കെ ആയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവർ ആ പറഞ്ഞ പുതിയ വഴികൾ, രക്ഷപ്പെടാനുള്ള, എസ്കേപ്പ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി എന്നുള്ളത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, അവർ ഈ പറഞ്ഞ കൊളംബിയൻ രാജ്യത്തിന്റെ അണ്ടറിൽ നിന്ന് ഏകദേശം 120ഓളം വരുന്ന ആ റെസ്ക്യൂ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്.
ദിവസത്തിനു ശേഷമാണ് ആ വിമാനാപകടം നടന്ന സ്ഥലം തന്നെ കണ്ടെത്തിയതെന്ന് ആലോചിക്കുമ്പോൾ എത്രത്തോളം ഡെൻസർ ആയിരിക്കും ആ ഫോറസ്റ്റ് എന്നുള്ളത് നമ്മളൊക്കെ ഒരല്പം ഭീതിയോടുകൂടെയും അതോടൊപ്പം തന്നെ ഈ കുട്ടികളൊക്കെ അതിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രത്യാശയോട് കൂടിയും നമ്മളൊക്കെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ റെസ്ക്യൂ ടീം അവരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ അവിടെ ചെയ്തു പോകുന്നുണ്ട്. അവര് ആ ചെറിയ കുട്ടിയുടെ ഷൂ അവിടെ വഴിയിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഉപയോഗിച്ച നാപ്കിൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റെസ്ക്യൂ ടീമിനും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ ഹോപ്പ് വരികയാണ്, പ്രതീക്ഷ വരികയാണെന്ത് ഈ കുട്ടികൾ എവിടെയെങ്കിലൊക്കെ ജീവനോടെ ഉണ്ടാകുമെന്ന്. മാത്രമല്ല റെസ്ക്യൂ ടീം തിരിച്ച് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. അവരുടെ മുത്തശ്ശിയുടെ അവരുടെ ഭാഷയിലുള്ള ചില വലിയ സൗണ്ടുകൾ എന്ത് ചെയ്യുന്നു, അവർ ഹെലികോപ്റ്ററിലൂടെ അവർ നൽകുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടുകൊടുക്കുന്നു. കണ്ടോ, രക്ഷപ്പെടാനുള്ള അതിജീവനത്തിനുള്ള എല്ലാവിധ പഴുതുകളും ഈ കുട്ടികളും പരമാവധി ശ്രമിക്കുന്നുണ്ട്, ആ റെസ്ക്യൂ ടീമും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ വലിയ പാഠങ്ങൾ നൽകുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ അവർ നൽകുന്ന പാഠം എന്നുള്ളത് കൂടെയുള്ളവരെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെയൊക്കെ പ്രായത്തിൽ ഒരു 13 വയസ്സുള്ള ബാലൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം അവൻ മറ്റുള്ളവരെ നോക്കാൻ പര്യാപ്തമാകുന്നത് നമ്മൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ മക്കളെയും നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പക്ഷെ ആ 13 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ അവിടെ അവൻ ഒരു രക്ഷകർത്താവിൻ്റെ നേതൃത്വം എന്തെയാണ്, അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് അല്ലെ. തൻ്റെ താഴെയുള്ള പ്രത്യേകിച്ച് 11 മാസം ഒക്കെ പ്രായമുള്ള ആ കുട്ടിയെയും ഒക്കെ ആയിട്ട് അവർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും സാഹോദര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൂടെയുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെയും ഒറ്റയ്ക്ക് മാത്രം താൻ മാത്രം രക്ഷപ്പെടണമെന്ന് ആലോചിക്കുന്ന ഈ ലോകത്തിൽ നിന്നും ഒപ്പമുള്ളവരെ കൂട്ടി തൻ്റെ സഹോദരങ്ങളെ കൂട്ടി അവർ 40 ദിവസം കഴിച്ചുകൂട്ടി എന്നുള്ളത് നമുക്കൊക്കെ വലിയ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. അപ്പോൾ കൂടെയുള്ളവരെ ഒരിക്കലും മറക്കാതെയുള്ള ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്നാണ് ആ പിഞ്ചു കുട്ടികൾ നമുക്ക് നൽകിയ മൂന്നാമത്തെ പാഠമായിട്ടുള്ളത്. നാലാമത്തെ പാഠം എന്നുള്ളത് ഹോപ്പ് ഫോർ ബെസ്റ്റ്, ഏറ്റവും നല്ലതിനെ അവർ പ്രതീക്ഷിച്ച് നിന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ മാനസികമായിട്ട് തന്നെ തളർന്ന് അവിടെ തന്നെ വല്ല ഹൃദയാഘാതം വന്ന് മരിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ കുട്ടികൾ ഒരിക്കലും ഇല്ല, പ്രതീക്ഷകളെ കൈവിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ചെയ്യാനുള്ളതിൻ്റെ ഏറ്റവും പരമാവധി കാര്യങ്ങൾ ചെയ്തു വെച്ചു. അവർക്കറിയാം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്നുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ നടന്നു. 10 ദിവസമല്ല, 20 ദിവസമല്ല, 40 ദിവസത്തിന് ശേഷം പല സ്ഥലങ്ങളിലും സൂര്യപ്രകാശം പോലും കടക്കാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന, ഇന്നേ വരെ ഒരു എന്താ പറയുക, സൂര്യപ്രകാശം താഴെ തട്ടിൽ തട്ടാത്ത ഏരിയകൾ ഉണ്ടെന്ന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൃഗങ്ങളെയും അതേപോലെയുള്ള ജീവികളെയും ഒക്കെ കണ്ടെത്തിയ ആ ആമസോണിൽ നിന്നും അതിൻ്റെ വന്യതയിൽ നിന്നും അവർ പ്രതീക്ഷയുടെ പുതുനാവുകൾ കണ്ടെത്തി എന്നുള്ളത് നമ്മളെയൊക്കെ തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് ഫോർ സക്സസ് എന്നുള്ള വലിയ ഒരു പാഠമാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ആ മനോധൈര്യത്തോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആ ഹാർഡ് വർക്ക് എന്നുള്ളത് നമ്മൾ ആ കുട്ടികളിൽ ശരിക്കും ദർശിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും കാട് എന്ന് പറയുമ്പോൾ ഒരിടത്ത് തന്നെ താമസിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഗുഹകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. നന്നായിട്ട് ആ സമയത്ത് അവിടെ ഒരു കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ട്. ഫുൾ ടൈം പലപ്പോഴും മഴ ഉണ്ടാകുന്ന ഏരിയയാണ്. ഒരു ഹെലികോപ്റ്ററിന് പോലും അല്ലെങ്കിൽ ഒരു വിമാനത്തിന് പോലും ഒരിക്കലും അവിടെ ഇറങ്ങുക എന്നുള്ളത് സാധാരണഗതിയിൽ പോസിബിൾ അല്ല. അത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അവർ അവരുടെ അതിജീവനത്തിനും വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് നടത്തി എന്നുള്ളത് അത് ആ കുട്ടികൾ മാത്രമല്ല, ആ രാജ്യം മുഴുവൻ പ്രതീക്ഷയോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പ്രസിഡന്റിന്റെ അണ്ടറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഗോത്രങ്ങളെ അവർ ഒപ്പം കൂട്ടി, റെസ്ക്യൂ ടീമിനെ ഒപ്പം കൂട്ടിയിട്ട് ആ ഏരിയ മുഴുവൻ അവർ അരിച്ചു പെറുക്കുന്ന ഒരു ഹാർഡ് വർക്കിന്റെ വലിയ ഒരു പുതുചരിത്രം കൂടി തീർച്ചയായിട്ടും ആമസോണിന്റെ ഈ ഒരു പുതിയ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആറാമത്തെയും അവസാനത്തെയും പാഠം എന്നുള്ളത് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. നമുക്കറിയാം ഈ കുട്ടികൾ എന്ന് പറയുന്നത് ആമസോണിന്റെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കറിയാം കാടിന്റെ നിയമങ്ങൾ എന്നുള്ളത്. ആമസോൺ പോലുള്ള വലിയ ഒരു ഫോറസ്റ്റിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, രക്ഷപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ
അങ്ങനെ അവരുടെ മുത്തശ്ശന്മാരും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആളുകളിൽ നിന്നും അവർ പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ അവർ പങ്കുവെച്ച കഥകൾ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഒക്കെ തന്നെയായിരിക്കണം ഈ കുട്ടികളെ ഇത്രയും മനോധൈര്യത്തോട് കൂടിയിട്ട് ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളത്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ കുറച്ച് ജീവികളുടെ കുത്തേറ്റ പാടുകൾ മാത്രമാണ് ആ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പേപ്പറിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചത്. അത്രയും വലിയ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് പോലും അവരുടെ മുമ്പുള്ള അറിവുകളായിരിക്കണം അല്ലെങ്കിൽ മുമ്പുള്ള അനുഭവങ്ങളായിരിക്കണം അവരെ രക്ഷപ്പെടുത്താൻ കാരണമായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളായിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരുന്നു, ഇതേ പ്രായത്തിലുള്ള മക്കളാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ എത്രത്തോളം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മക്കളെ വളർത്തുന്നതിൽ രക്ഷിതാക്കളടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്, അവരെ ഒരു ഡ്യൂട്ടിയും ഏൽപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ സ്വാഭാവികമായിട്ടും ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ലോകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അവർക്കൊരിക്കലും പോസിബിൾ ആയിട്ടില്ല. നേരെ മറിച്ച് അവർ അനുഭവമുള്ളവരാവണം. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറ്റും, പക്ഷെ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനവർ നേരത്തെ തന്നെ പ്രിപ്പയർ ആവണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം, കാലങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അറിവോ അനുഭവമോ ഉണ്ടായിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോഴേക്കും മറ്റുള്ളവർ ഒരുപാട് മുന്നോട്ടെത്തിയിട്ടുണ്ടാകും. പക്ഷെ ചെറിയ സമയത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന നല്ല ശിക്ഷണങ്ങളും നല്ല അനുഭവങ്ങളും തന്നെയായിരിക്കും അവരുടെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റുന്നതെന്നുള്ള വലിയ ഒരു പാഠം കൂടി നമ്മുടെ ഈ ആമസോണിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ പറയുന്നുണ്ടാകും. തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ ഇനിയും ലോകം കേൾക്കാനിരിക്കുന്നു. ഇതേപോലെ നമുക്കറിയാം 4-5 വർഷങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിൽ നിന്നും 10-13ഓളം കുട്ടികൾ ഗുഹയിൽ അകപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവം ലോകത്തിലെ മീഡിയകൾ മുഴുവൻ ഒരു ആഴ്ചയോളം അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അവരൊക്കെ നൽകിയ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കും ചിലത് ചെയ്യാൻ പറ്റും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വലിയ ഒരു പാഠം തന്നെയാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരം അനുഭവ കഥകളിലൂടെ അവർ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്